നമസ്കാരം. നമ്മുടെ നാടിൻ്റെ വികസനം വളരെ അനിവാര്യമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കേണ്ടതും നല്ല റോഡുകളും പാലങ്ങളും ആശുപത്രികളും ഒക്കെ ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അവയ്ക്കുള്ള അത്രയേറെ പണം കണ്ടെത്തുവാൻ നമ്മുടെ നാട്ടിൽ വ്യവസായശാലകളൊന്നും തന്നെയില്ല. അതിന് പറ്റിയ രീതിയിലുള്ള മൂലധനങ്ങളും നമ്മുടെ സംസ്ഥാനത്തില്ല. നമ്മുടെ മൂലധനങ്ങൾ, നമ്മുടെ പ്രകൃതി വിഭവങ്ങളെല്ലാം തന്നെ നമ്മൾ മറ്റ് കച്ചവടക്കാർക്ക് കൊടുക്കുകയാണ്. കോറി, കരിമണൽ ഇവയൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടാവുന്ന ആ ചെറിയ പണം മേടിച്ച് നമ്മുടെ ഭരണകർത്താക്കൾ അവരുടെ മക്കളുടെയും മരുമക്കളുടെയും അവരുടെയൊക്കെ അക്കൗണ്ടുകൾ വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ നിക്ഷേപിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് എങ്ങനെയാണ് ഈ സമൂഹത്തിൻ്റെ അടിസ്ഥാന വികസനം മുൻപോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചുകൊണ്ട് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബോർഡ് കിഫ്ബി എന്ന പേരിൽ 11/11/1999 ഒരു സ്ഥാപനം രജിസ്റ്റർ ചെയ്യപ്പെട്ടു. കമ്പനീസ് ആക്ടിനുള്ളിലാണ് രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം വന്ന ഗവൺമെൻറ്റുകളൊന്നും തന്നെ അതിനെപ്പറ്റി കാര്യമായി ചിന്തിക്കാതിരിക്കുകയും 2016 ഡോക്ടർ തോമസ് ഐസക് ധനകാര്യ വകുപ്പ് മന്ത്രിയായതിനു ശേഷം കിഫ്ബി വീണ്ടും ഉണർത്തെഴുന്നേറ്റ് മാത്രമല്ല അദ്ദേഹം ധനകാര്യ വിദഗ്ധനാണ് എന്നൊക്കെയായിരുന്നു നമ്മൾ എല്ലാം വിചാരം. പക്ഷേ ഈ അടുത്ത സമയത്താണ് അറിയുന്നത് ധനകാര്യത്തിലല്ല അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഉള്ളത്, കയറുമായി ബന്ധപ്പെട്ട എന്തോ വിഷയത്തിലാണ് അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും കിഫ്ബിക്കുള്ള ഫണ്ട് നാം വിദേശത്തുനിന്നും വായ്പയായി എടുക്കുകയായിരുന്നു. നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമായ LIC പോലുള്ള സ്ഥാപനങ്ങൾ 5-6% സിമ്പിൾ ഇൻട്രസ്റ്റിന് പൈസ കൊടുക്കും, സർക്കാർ ഗ്യാരണ്ടി എന്നാൽ കൊടുക്കും എന്ന് അറിയാവുന്നിട്ട് കൂടി വിദേശത്ത് പോയി 9.25% പലിശയ്ക്ക് പൈസ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ നാട്ടിലെ റോഡുകളും കെട്ടിടങ്ങളും പണിഞ്ഞ് അത് വികസനത്തിൻ്റെ മറ്റു മകുട ഉദാഹരണമായി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കടം കൊണ്ട് അങ്ങേയറ്റത്തെ അവസ്ഥയിൽ ഓരോ ദിവസത്തെ കാര്യങ്ങൾ നടത്തുവാൻ പണമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാന സർക്കാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതേ സർക്കാർ 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ റോഡിലിറങ്ങി നടക്കുന്നതിന് കിഫ്ബിയുടെ റോഡാണ്, അതുകൊണ്ട് സെസ് വേണ്ടി വരും എന്ന് ടോൾ വേണ്ടി വരും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. 50 ലക്ഷം രൂപയിൽ കൂടുതൽ ചിലവുള്ള, അതായത് 50 ലക്ഷം രൂപ മുതൽ ചിലവുള്ള കിഫ്ബി ഫണ്ടിൽ നിന്ന് നിർമ്മാണം നടത്തുന്ന റോഡുകൾ, നമ്മുടെ എല്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളുടെയും റോഡുകൾ ഉൾപ്പെടെയുള്ളവയുടെ പണം ഇപ്പോൾ കിഫ്ബിയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 50 ലക്ഷത്തിൽ കൂടുതലുള്ള ചെലവ് വന്നിട്ടുള്ള റോഡുകളിലൂടെ വാഹനങ്ങൾ ഓടിക്കണമെങ്കിൽ ഇനി നമ്മൾ ടോൾ കൊടുക്കണം. നിങ്ങൾ ഓർക്കുക, നിങ്ങളൊരു KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ ബസ്സിന് ഇൻഷുറൻസ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളുടെ ബൈക്കോ കാറോ ഓട്ടോറിക്ഷയോ സ്വകാര്യ ബസ്സോ ടൂറിസ്റ്റ് ബസ്സോ റോഡിലിറക്കണമെങ്കിൽ അതിന് CF വേണം, ടാക്സ് വേണം, ഇൻഷുറൻസ് വേണം. സർക്കാരിൻ്റെ ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ടിക്കറ്റിൽ എഡ്യൂക്കേഷൻ സെസ് എന്നും ഇൻഷുറൻസ് സെസ് എന്നും പറഞ്ഞ് അഡീഷണൽ ആയിട്ട് നമ്മുടെ ഓരോ രൂപ വെച്ച് വാങ്ങുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്തിനേറെ പറയുന്നത്, നമ്മുടെ നാട്ടിലെ പട്ടിണി പാവങ്ങൾക്ക് മരുന്ന് വാങ്ങാനും അരി വാങ്ങുവാനും വേണ്ടി, ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങളും ഞാനും അടിക്കുന്ന ഓരോ ലിറ്റർ പെട്രോളിനും ഡീസലിനും 2 രൂപ സെസ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷേ അതുപോലും എന്ത് ചെയ്തു, ആ പണം പോലും പിരിച്ചിട്ട് അവർക്ക് കൊടുക്കാതെ അതും വകമാറ്റി ചിലവൊക്കെയാണ് നമ്മുടെ സർക്കാർ ചെയ്തത്. നമ്മുടെ സർക്കാർ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കടക്കണിയിലേക്കാണ് മുമ്പോട്ട് പോകുന്നത്. 140 MLA-മാർക്ക് ഒരു 10%, 14 മന്ത്രിമാർ വേണ്ട സ്ഥാനത്താണ് 20-22 മന്ത്രിമാർ, സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും, പിന്നെ അറിയപ്പെടാത്തതുമായ കുറേ ക്യാബിനറ്റ് റാങ്കുകളും. ഇതിനെല്ലാം തന്നെ സർക്കാർ പണമാണ് പോകുന്നത്. പണ്ടെങ്ങും കാണാത്ത പോലെ ഓരോ ഉദ്യോഗസ്ഥനും അവൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നതിനും കല്യാണത്തിന് പോകുന്നതിനും മക്കളെ കൊണ്ടുപോകുന്നതിനും ഒക്കെ സർക്കാർ വാഹനമാണ് ഉപയോഗിക്കുന്നത്. സർക്കാർ വാഹനം അടിയന്തരമായി ജീവന ഭീഷണിയുള്ള ഉദ്യോഗസ്ഥന്മാർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ളവർ സ്വന്തം വാഹനം, അവൻ്റെ വീട്ടിൽ സ്വന്തം വാഹനമുണ്ട്, ആ വാഹനത്തിൽ ഓഫീസിൽ വന്നിട്ട് ഓഫീസ് ആവശ്യങ്ങൾക്ക് മാത്രം സർക്കാർ വാഹനം ഉപയോഗിച്ചാൽ എത്ര കോടി രൂപ നമുക്ക് ഒരു ദിവസം ലാഭപ്പെടുത്താൻ സാധിക്കും. നമ്മുടെ സർക്കാർ ജീവനക്കാർക്കും കൊടുക്കുന്ന ശമ്പളം, ആ ശമ്പളം അവരെന്ത് ചെയ്യുന്നു, ഭവന വായ്പയ്ക്ക് മറ്റുള്ളവരും എടുക്കുന്നു. അതിൻ്റെ ലാഭം ആർക്കാണ് കിട്ടുന്നത്? മറ്റ് സംസ്ഥാനങ്ങളിൽ പോലുമുള്ള, അല്ലെ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള NBFC-കളാണ് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിൻ്റെ ഭൂരിഭാഗം കൊണ്ടുവന്നത്. കാർ ലോണായിട്ടും ഹൗസിംഗ് ലോണായിട്ടും ഇങ്ങനെ എല്ലാ മേഖലയിലും സർക്കാരിൻ്റെ പണം തിരിച്ച് റീസർക്കിൾ ചെയ്യുന്ന ഒന്നും നമ്മുടെ സംസ്ഥാനത്തില്ല.
നമ്മുടെ കടകളിൽ കച്ചവടം ഇല്ലാത്തതിന്റെ മുഖ്യ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരനായ തൊഴിലാളികൾ ഇവിടെ ജോലിക്ക് പോകാതെ ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ വന്ന് നമ്മൾ ഓമനപ്പേരിൽ വിളിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ അവർക്ക് ഇവിടെ ആധാർ കാർഡ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരും കൊടുത്തിട്ട് അവർ വോട്ടും കൂടി മേടിച്ചിട്ടാണ് ഇവിടെ പലരും ജയിച്ചു കയറി വരുന്ന കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, വളർന്നു വരുന്ന നമ്മുടെ തലമുറയെ മുഴുവൻ മറ്റെന്തോ ഒരു ആധിപത്യത്തിന് വേണ്ടി, തങ്ങളുടെ സ്ഥാപിത താല്പര്യത്തിനും അധികാരത്തിനും വേണ്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കുത്തകകളാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ കടക്കണിക്ക് കാരണക്കാർ. നമ്മുടെ സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം കഴിഞ്ഞ 8-10 വർഷം കൊണ്ടാണ് അതുവരെ ഉണ്ടായിരുന്ന കടത്തിന്റെ 2 ഇരട്ടിയിലേറെ കടം കേരളത്തിന് ആളോഹരി കടം ഉണ്ടായിട്ടുള്ളത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ ടോൾ പിരിവ് വരാൻ പോകുന്നു. ഒരു പാലം പണിഞ്ഞാലുള്ള ടോൾ നമ്മുടെ നികുതിപ്പണം കൊണ്ട് പണിഞ്ഞ് നമുക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇവർ ഉണ്ടാക്കി തരേണ്ടത്. ആ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി തന്നിട്ട് അതിലൂടെ നമ്മൾ 15 വർഷം ടാക്സ് അടച്ച വാഹനം കൊണ്ടുപോകുന്നതിനാണ് വീണ്ടും ടോൾ കൊടുക്കേണ്ട അവസ്ഥ. ഇതിന് ജനാധിപത്യമെന്നോ ഏകാധിപത്യമെന്നോ എന്താണ് വിളിക്കേണ്ടത്? എന്തായാലും കരുതിയിരുന്നോളൂ, നാളെ ഒരിക്കൽ റോഡിലൂടെ നടന്നു പോകുന്നതിന്, രാവിലെ നിങ്ങൾ നടന്നു പോകുന്ന റോഡ് ബൈപ്പാസ് കിഫ്ബിയിൽ നിന്ന് പൈസ എടുത്ത് പണിഞ്ഞതാണെങ്കിൽ നടന്നു പോകുന്നതിനും ടോൾ കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകും. ആ അവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത് എന്ന് പറയാതെ വയ്യ. റോഡ് ടാക്സ് വാങ്ങുന്ന പൈസ കൊണ്ട് റോഡ് പണിയുന്നില്ല. ഏറ്റവും കൂടുതൽ പിടിച്ചുപറി നടത്തുന്ന MVD പിടിച്ചുപറിയാണ്. പല MVDയുടെ ഓഫീസുകളിൽ ജനറേറ്ററുകൾ വർക്ക് ചെയ്യുന്നില്ല. ഈ പണം എങ്ങോട്ടാ പോകുന്നത്? കോടികളാണ്, കോടിക്കണക്കിന് രൂപയാണ് MVD പിടിച്ചു പറിച്ചും നമ്മളെ ഓടിച്ചിട്ട് പിടിച്ചും ഒക്കെ ചെയ്യുന്നത്. നമ്മളെ ചേസ് ചെയ്ത് പിടിച്ച്, നമ്മൾ ക്രിമിനൽ കേസിലെ പ്രിയൊന്നുമല്ലല്ലോ. MVDക്ക് നമ്മളെ ചേസ് ചെയ്ത് പിടിച്ച് പിഴയടിക്കാനുള്ള അധികാരമൊന്നുമില്ല. പക്ഷെ അവരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഗുണ്ടകളെ പോലെയാണ് ചില MVD ഉദ്യോഗസ്ഥന്മാർ. അതിന് എൻഫോഴ്സ്മെന്റ് എന്നൊരു പേരും കൊടുത്തിരിക്കുകയാണ്. ഫോഴ്സ് ചെയ്ത് കാശ് പിടിക്കുന്ന ആൾക്കാർ, അവരെ അങ്ങനെ വേണം പറയാൻ. നിസാര കുറ്റത്തിന് പോലും 5000-10,000 പിഴയാണ് അടയ്ക്കുന്നത്. അത് അവർക്ക് മേളിൽ നിന്നുള്ള ഫോഴ്സ്. അങ്ങനെ നിങ്ങളൊരു വാഹനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അബദ്ധവശാൽ വാഹനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, തുടർന്ന് വരുന്ന മാസങ്ങളിലെ സർക്കാരിൻ്റെ നയപരിപാടികൾ അനുസരിച്ചാണെങ്കിൽ, സർക്കാരിൻ്റെ പ്ലാൻ B അനുസരിച്ചാണെങ്കിൽ, നിങ്ങൾ ആ വണ്ടി വീട്ടിലിട്ടിട്ട് പൊതിഞ്ഞു വെച്ചിട്ട് നടന്നു പോകുന്നതോ മറ്റു വാഹനത്തിൽ പോകുന്നതായിരിക്കില്ല അപ്പരം. ഇങ്ങനെ ടോൾ മേടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മിക്ക റോഡുകളും 50 ലക്ഷത്തിന് മേളിലുള്ളതാണ്. പല PWD കൊച്ചു റോഡുകൾ പോലും 50 ലക്ഷത്തിന് മേളിൽ കിഫ്ബിയിൽ നിന്ന് ഫണ്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ റോഡിൽ കൂടി പോകുന്നതിന് നിങ്ങൾ ഇങ്ങനെ ടോൾ കൊടുക്കേണ്ടി വന്നാൽ, ഒരു റോഡിൽ ഇറങ്ങി ടോൾ കൊടുത്തു, അടുത്ത റോഡിൽ ടോൾ കൊടുത്തു നിങ്ങളൊരു പരിവാകുന്നതല്ലാതെ, നമ്മൾ ഓരോരുത്തരും ഒരു പരിവാകുന്നതല്ലാതെ ഇതിനൊന്നും ഒരു മാറ്റം വരാൻ പോകുന്നില്ല. സർക്കാരിൻ്റെ ദൂർത്ത് കുറയ്ക്കുവാൻ സർക്കാരിന് യാതൊരു താല്പര്യമില്ല. 1 കോടി കൊടുത്ത് മേടിച്ച വണ്ടി എവിടെ കിടക്കാൻ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് എന്താ ഗുണമുണ്ടായത്? കുറെ ചെറുപ്പക്കാരുടെ തല തല്ലിപ്പൊട്ടിക്കുക എന്നുള്ളതിനപ്പുറം എന്തെങ്കിലും അതിന് സംഭവിച്ചോ? അതിലേക്ക് വിളിക്കപ്പെട്ട ആൾക്കാർ, അതിന് എത്ര കോടി രൂപയാണ് ചിലവായത്? അതിലേക്ക് വിളിക്കപ്പെട്ട പൗരപ്രമുഖർ നമ്മുടെ പണം കൊണ്ട് അവരോടൊപ്പം അവര് മൃഷ്ടാന്ന ഭോജനം കഴിച്ചു എന്നുള്ളതിനപ്പുറം എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. വികസനങ്ങൾ എന്ന് പറയുന്ന ഫ്ലെക്സിലോ അല്ലെങ്കിൽ ചാരിത്ര പ്രസംഗത്തിലോ അല്ല വേണ്ടത്, അത് അനുഭവിച്ചറിയേണ്ടതാണ്. ആ വികസനത്തിന് വേണ്ടി ചെലവാക്കുന്ന പണത്തിന് ജനത്തിന്റെ മണ്ടയിൽ നിന്ന് വീണ്ടും കുതിര കയറി പിടിച്ചു പറിക്കുന്ന ഈ ഏർപ്പാടുണ്ടല്ലോ, അത് വളരെയേറെ മോശമായൊരു ഏർപ്പാടാണ്. സർക്കാർ അത് നിർത്തേണ്ടതാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എന്തൊക്കെ രീതിയിലാണ് പിരിവ് നടക്കുന്നത്. ഇപ്പൊ വീട്ടിൽ വന്നും എല്ലാ മാസവും നിർബന്ധ പിരിവ് നടത്തുകയാണ് 50 രൂപ വീതം. ഹരിതകർമ്മസേന ഇത് വാങ്ങിയിട്ട് ഈ വീട്ടിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് ഇലട വാങ്ങി അവർ വേറെ എടുത്തുകൊണ്ട് കത്തിച്ചളഞ്ഞു. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കത്തിച്ചളഞ്ഞപ്പോൾ അത് പല വീടുകളിലും ഒരു വേസ്റ്റും കാണില്ല. എങ്കിൽ പോലും നമ്മൾ പൈസ കൊടുക്കും. നിർബന്ധിത പിരിവാണ് അത്. അങ്ങനെ നിർബന്ധിത പിരിവിന്റെ കൂട്ടത്തിൽ വീണ്ടും ഒരു സാധനം കൂടി വരുന്നു. ഇലക്ട്രിസിറ്റി ബില്ലിനെ പറ്റി ഞാൻ പറയുന്നില്ല, നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തതാണ്. വീണ്ടും പറയുന്നു, നിങ്ങൾ നിരത്തിലിറങ്ങുന്നതിന് സർക്കാർ പൈസ ചോദിക്കുന്ന ഒരു കാലം അതിവിദൂരമല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നന്ദി, നമസ്കാരം. വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.